വിശാൽ സർ. ആ പാർവതിയോ? വാ. വിശാൽ സാറ് തിരക്കിലാണോ? ഏയ് എന്താ പാർവതി? തിരക്കിലല്ലെങ്കിൽ ദേ ഈ മൈലാഞ്ചി എന്റെ കയ്യിലൊന്ന് ഇട്ട് തരാമോ? ഇതാണോ കാര്യം? അതിനെന്താ? നീയേ അത് തന്നെ ഇങ്ങതാ, നീയാ ഇവിടെ ഇരിക്ക. സാറിന് മൈലാഞ്ചി ഇട്ട് കൊടുത്ത് പരിചയമുണ്ടോ? എനിക്ക് പരിചയമൊന്നുമില്ല. ഞാനിവിടെ ആർക്ക് മൈലാഞ്ചി ഇട്ട് കൊടുക്കാനാ? എന്നാലും ഒന്ന് ട്രൈ ചെയ്യാം. നീ ആ കൈ ഇങ്ങ് നീട്ടി. ഞാൻ എന്തിനാണ് സാറിനെ കൊണ്ട് എന്റെ കയ്യിൽ മൈലാഞ്ചി ഇടിച്ചതെന്നറിയാമോ? പാർവതിക്ക് തന്നെ ഇടാൻ പറ്റാത്തോണ്ട്. അല്ല, ഞാൻ സാറിനെ കൊണ്ട് ഇത് ചെയ്യിച്ചതിന് പിന്നിൽ ഒരു രഹസ്യമുണ്ട്. എന്ത് രഹസ്യം? മൈലാഞ്ചിയുടെ മഹത്വം എന്താണെന്ന് സാറിനറിയോ? ഇല്ല, എന്താ മഹത്വം? വളരെയധികം നന്മയുള്ള ഒന്നാണ് മൈലാഞ്ചി. ഈ മൈലാഞ്ചി ഒരാളെ മറ്റൊരാൾക്ക് ഇട്ടുകൊടുക്കുമ്പോൾ അവർ രണ്ടാൾക്കും ഇടയിലുള്ള ബന്ധം ഉറയ്ക്കും, സ്നേഹം വർദ്ധിക്കും, ശരീരവും മനസ്സും ആരോഗ്യമുള്ളതാവും. പ്രത്യേകിച്ച് മനസ്സിലുള്ള പ്രയാസങ്ങളൊക്കെ അകന്നു മാറും, മനസ്സ് ശാന്തമാകും. അതുകൊണ്ടാ ഞാൻ സാറിനെ കൊണ്ട് എൻ്റെ കയ്യിൽ ഈ മൈലാഞ്ചി ഇടിയിച്ചത്. ഓഹോ, ഇത്രയൊക്കെ സംഗതി ഈ മൈലാഞ്ചിക്കുള്ളിൽ ഉണ്ടായിരുന്നോ? പിന്നെ ചുമ്മാതെയാണോ മൈലാഞ്ചി അണിയുന്നത്? ആ അതെ, ഇന്ന് നേരത്തെ കിടക്കണം. നാളെ അതിരാവിലെ എഴുന്നേറ്റ് സ്വാമിജി പറഞ്ഞ പരിഹാര പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ ചെയ്യേണ്ടതാ. എന്നാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ? പാർവതി ഇരിക്ക, കുറച്ചു നേരം കൂടെ കഴിഞ്ഞിട്ട് പോകാം. ഇല്ല, ഉറക്കം വിളിച്ചാ ശരിയാവില്ല. നാളെ എഴുന്നേൽക്കുമ്പോൾ വൈകും. സാറ് കിടന്നു, നാളെ കാണാം. അമ്മ എന്റെയും പാർവതിയുടെയും മകളായിട്ട് ജനിക്കണേ. അതാ ഇപ്പൊ എന്റെ പ്രാർത്ഥന. അമ്മ എന്റെ പ്രാർത്ഥന സബലീകരിച്ചു തരണം.
എൻ്റെ ഉദയനൂരമ്മ, വിശാൽ സാറിനെ ഒരു തരത്തിലുള്ള ആപത്തും ബാധിക്കരുതേ. വിശാൽ സാറിനെ കാത്തോളണേ. എന്താ കാര്യം? എന്താ പ്രശ്നം? എന്താ കാര്യം എന്ന് പറ. വിശാൽ സാറിന് എന്താ ആപത്ത് സംഭവിക്കാൻ പോവാണല്ലോ. കമ്പനി വക്കീലാണല്ലോ. അയാൾ എന്തിനാവും വന്നത്? ആ വരണം വെക്കില്ലേ, വരണം. ഇരിക്കാനൊന്നും സമയമില്ല സർ. ഞാൻ കോടതിയിലേക്ക് പോകുന്ന വഴിയാ. അതിനിടയിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം സാറിനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി കയറിയതാ. എന്താ കാര്യം? തോമസ് ആൻഡ് കമ്പനിയും നമ്മുടെ കമ്പനിയും തമ്മിലുള്ള കേസിന്റെ വിചാരണ ഉടനെ കോടതിയിൽ ആരംഭിക്കും. അതിനെന്താ, ആരംഭിച്ചോട്ടെ. ന്യായം നമ്മുടെ ഭാഗത്തല്ലേ. വക്കീലെ, ആ തോമസ് ആൻഡ് കമ്പനിയെ കോടതിയില് തറ പറ്റിക്കണം. വെറുതെ കെട്ടിച്ചമച്ച ഒരു കള്ളക്കേസല്ലേ അവര് നമുക്കെതിരെ കോടതിയിൽ കൊടുത്തിരിക്കുന്നത്. നമ്മൾ അവരെ കോടതിയിൽ പരാജയപ്പെടുത്തിയിരിക്കും മേഡം. അതിനു മുൻപ് തോമസ് ആൻഡ് കമ്പനിയുടെ വാദം തെറ്റാണെന്നും ഇതൊരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറിയാണെന്നും തെളിയിക്കുന്ന രേഖ കോടതിയിൽ സമർപ്പിക്കണം. അങ്ങനെ ഒരു രേഖ, ഒരു ഡോക്യുമെന്റ് ഞാൻ തയ്യാറാക്കി സാറിനെ ഏൽപ്പിച്ചിരുന്നു. അതിപ്പോ വേണം. അതിനു വേണ്ടിയാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. അയ്യോ, ആ ഡോക്യുമെന്റ്സ് ഇപ്പൊ ഇവിടെ ഇല്ലല്ലോ വക്കീലെ. അത് കോടതിയിൽ സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ വല്ല പ്രശ്നമുണ്ടോ? സാർ എന്ത് വർത്തമാനായി പറയുന്നത്? ആ ഡോക്യുമെന്റ് കോടതിയിൽ സമർപ്പിച്ചില്ലെങ്കിൽ വലിയ വിഷയമാകും. വക്കീലെ, അപ്പോ കേസ് നമ്മൾ തോറ്റുപോവില്ലേ? കോടതിക്ക് വേണ്ടത് തെളിവുകളും സാക്ഷികളുമാണ്. തോമസ് ആൻഡ് കമ്പനിയുടെ വാദം അടിസ്ഥാനരഹിതമാണെന്ന് തെളിയിക്കണമെങ്കിൽ ഈ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യാതെ എങ്ങനെ സാധിക്കും? അതുകൊണ്ടല്ലേ വക്കീൽ അത് ചോദിച്ചു വന്നത്. ഓക്കെ, ആ ഡോക്യുമെന്റ്സ് മിസ്സായി കഴിഞ്ഞാലേ പിന്നെന്താ ഒരു മാർഗം? ആ ഡോക്യുമെന്റ് നഷ്ടപ്പെട്ട പിന്നെ നമുക്ക് ജയിക്കാൻ ഒരു മാർഗവുമില്ല. നമ്മൾ പരാജയപ്പെടും സാർ. അങ്ങനെ കേസ് പരാജയപ്പെട്ടാൽ സാറിന് ജയിലിൽ പോവേണ്ടി വരും. സാർ എന്താ ചിരിക്കുന്നത്? ഏയ് ഒന്നുമില്ല. അല്ല വക്കീലെ, ഈ ഡോക്യുമെന്റ്സ് കോർട്ടിൽ സബ്മിറ്റ് ചെയ്യാണ്ടിരുന്ന തോറ്റു പോകുന്നുള്ളത് ഉറപ്പാണോ? ജാസ്മിൻ ഒരു വക്കീലല്ലേ? ഇതൊക്കെ ജാസ്മിന് അറിയാവുന്ന കാര്യങ്ങളല്ലേ? പിന്നെന്തിനാ ഇങ്ങനൊരു ചോദ്യം? ആ ഡോക്യുമെന്റ് ഒരു വിഷ്വൽ എവിഡൻസ് ആണ്. അത് കോടതിയിൽ സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ തോറ്റുപോകും. കേസ് തോറ്റാ വിശാൽ സാറിന് ജയിലിൽ പോകേണ്ടി വരുമോ? തീർച്ചയായും അത് വേണ്ടിവരും. എടാ, അപ്പൊ ഡോക്യുമെന്റ്സ് നിന്റെ കയ്യിലില്ലേ? ഏട്ടാ,
അതെവിടെങ്കിലും മിസ്സായോ? വിശാൽ സർ, ഇങ്ങനെ ചിരിക്കാതെ ആ ഡോക്യുമെന്റ്സ് എവിടെയാണെന്ന് പറയൂ. വെറുതെ ആദ്യ പിടിപ്പിക്കല്ലേ. അതെ, ആരും ടെൻഷൻ ആവണ്ട. ആ ഡോക്യുമെന്റ്സ് ഓഫീസിൽ തന്നെ ഭദ്രമായിട്ടുണ്ട്. സാറ് വെറുതെ ടെൻഷനാക്കി കളഞ്ഞു. ഒരു ടെൻഷനും വേണ്ട. ആ ഡോക്യുമെന്റ്സ് എവിടെ എങ്ങനെ എപ്പോൾ എത്തിക്കണമെന്ന് പറഞ്ഞാൽ മതി. നാളെ 11 മണിക്ക് മുൻപ് കോടതിയിൽ എത്തിച്ചാൽ മതി. ഓക്കെ, എത്തിക്കാം. എന്നാ ശരി, ഞാൻ ഇറങ്ങാം. ആ, ഈ ഡോക്യുമെന്റ്സ് കോടതിയിൽ എത്തിയില്ലെങ്കിൽ കേസ് പരാജയപ്പെടും. വിശാല് ജയിലിൽ പോവും. എന്താ കാര്യം? എന്താ പ്രശ്നം? സ്വപ്നത്തിൽ കണ്ടതുപോലെ എന്തെങ്കിലും വിശാൽ സാറിന് സംഭവിക്കോ? എന്റെ ഉദയനൂരമ്മ, വിശാൽ സാറ് പോലീസിൽ അകപ്പെടും വിധത്തിലുള്ള ഒരു പ്രശ്നങ്ങളും വിശാൽ സാറിന് വരുത്തരുത്. പാർവതി, ഞാനേ ഓഫീസിലേക്ക് ഇറങ്ങാം. പാർവതി, നീ എന്താ എന്നെ ഇങ്ങനെ അന്തം വിട്ട് നോക്കുന്നേ? ഞാൻ ഓഫീസിലേക്ക് ഇറങ്ങാന്ന്. വേണ്ട വിശാൽ സാർ, ഇന്ന് ഓഫീസിലേക്ക് പോണ്ടാന്ന്. നീ എന്താ ഇങ്ങനെ പറയുന്നത്? ഓഫീസിൽ പോണ്ടാന്നോ? ഞാൻ എന്തിനാ ഓഫീസിൽ പോകാതിരിക്കണം? എന്താ ഇന്നിവിടെ വേറെ എന്തെങ്കിലും വിശേഷമുണ്ടോ? അതോ നിനക്ക് എന്നെയും കൊണ്ട് എവിടെയെങ്കിലും പോകാനുണ്ടോ? എനിക്ക് എവിടെയും പോകാനില്ല. ഇവിടെ വേറെ വിശേഷവുമില്ല. പിന്നെ ഞാൻ എന്തിനാ ഓഫീസിൽ പോകാതിരിക്കണം? ഓഫീസിൽ പോവണ്ട സാറേ. അതിന്റെ കാരണം എന്താന്നാ ഞാൻ ചോദിക്കുന്നത്. എന്തുകൊണ്ടാ ഞാൻ പോണ്ടാന്ന് നീ പറയുന്നത്? അതിനൊരു കാരണം വേണ്ടേ? അല്ല, അത് മാത്രമല്ല, ഇന്ന് അത്യാവശ്യം തിരക്ക് പിടിച്ച ജോലികൾ ഓഫീസിൽ ചെയ്തു തീർക്കാനുമുണ്ട്. അതുകൂടാതെ ഒഴിവാക്കാൻ പറ്റാത്ത മീറ്റിംഗും ഉണ്ട്. അതുകൊണ്ടേ എനിക്ക് ഓഫീസിൽ പോയേ മതിയാവും. എങ്കിൽ ഒരു കാര്യം ചെയ്യൂ, ഈ ഷർട്ടും പാന്റും മാറ്റി വേറെ ഏതെങ്കിലും ധരിച്ചിട്ട് പോവും. എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. നിന്റെ മനസ്സിൽ എന്താ പാർവതി? ഞാൻ സാറിന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമേ എന്തും പറയൂന്ന് സാറിന് അറിയാലോ. ഇതും സാറിന്റെ നന്മയ്ക്ക് വേണ്ടി തന്നെയാ. സാറിന് ആപത്ത് വരാതിരിക്കാൻ വേണ്ടിയാ. എന്താപത്ത്? എനിക്ക് എന്താപത്ത് സംഭവിക്കുമെന്ന്? സാർ, എന്റെ മനസ്സിൽ ചിലത് തെളിയുന്നുണ്ട്. അത് ആവർത്തിച്ച് തെളിയുവാ. എന്താ അത്? അത് ഈ വേഷത്തിൽ ഇതേ ഷർട്ടും പാന്റും ധരിച്ചു പോകുന്ന വിശാൽ സാറിനെ പോലീസുകാർ പിടികൂടുന്നു. അവര് സാറിനെ ഉപദ്രവിക്കുന്നു. അതുകൊണ്ട് ഇതും ധരിച്ച് പുറത്തോട്ട് പോകണ്ട സർ. ഇതൊക്കെ അനാവശ്യ ചിന്തകളാ പാർവതി. എന്നെ എന്തിനാ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്? ഇന്നലെ കമ്പനി വക്കീൽ ഇവിടെ വന്ന് പറഞ്ഞില്ലേ, ആ ഡോക്യുമെന്റ് നഷ്ടപ്പെട്ട സാറിന് ജയിലിൽ പോകേണ്ടി വരുമെന്ന്. അത് ഡോക്യുമെന്റ് നഷ്ടപ്പെട്ടാലുള്ള കാര്യമല്ലേ? ഇപ്പൊ ഡോക്യുമെന്റ് നഷ്ടപ്പെട്ടില്ലല്ലോ. അത് ഭദ്രമായിട്ട് ഓഫീസിലെ ലോക്കറിൽ ഇരിക്കുക. എന്നാലും എനിക്ക് പേടിയാണ് സർ. പാർവതി പേടിക്കാതെ സമാധാനായിട്ടിരിക്കുക. എനിക്കൊന്നും സംഭവിക്കില്ല. ഇനിയും ഞാനിവിടെ നിന്നാലേ അവിടെ ഓഫീസിലെ ജോലികളൊക്കെ താറുമാറാവും. ഞാൻ ഇറങ്ങാം. എന്നാ സാറിന്റെ കൂടെ ഞാനും വരട്ടെ.
ഇന്നത്തെ ദിവസം ഞാൻ സാറിനൊപ്പം ഉണ്ടെങ്കിൽ എനിക്കതൊരു ആശ്വാസമാവും. അതിനെന്താ, എന്റെ കൂടെ ഉണ്ടെങ്കിലേ നിന്റെ ടെൻഷൻ മാറുമെങ്കിൽ നീയും കൂടെ വാ. ഏട്ടാ, ഏട്ടനും പാർവതി ഓഫീസിലേക്ക് ഇറങ്ങിയോ? ആ, ഞങ്ങൾ ഇറങ്ങുവാ. എന്നാ ഒരു കാര്യം ചെയ്ത് നീയും കൂടി ഞങ്ങളുടെ ഒപ്പം വാ. അതെന്തിനാ? നീ വാ. വിശാൽ സർ, എന്താ പാർവതി? കോടതിയിൽ സമർപ്പിക്കേണ്ട ഡോക്യുമെന്റ്സ് വക്കീൽ ഓഫീസിൽ എത്തിക്കണ്ടേ സർ? അതിനുള്ള സമയമാവുന്നു. ഓഹ്, താനത് ഓർമ്മിപ്പിച്ചത് നന്നായി പാർവതി. വർക്കിന്റെ തിരക്കിനിടയിൽ ഞാനത് മറന്നുപോയി. അത് ഇപ്പം തന്നെ ഞാൻ അവിടെ എത്തിക്കാം. എല്ലാ രേഖകളും കൃത്യമായി ഉണ്ടോ സർ? ആ, എല്ലാം കൃത്യം. എന്നാലേ ഞാനിത് കൊടുത്തിട്ട് വരാം. ഹലോ ഹലോ വിശാൽ സാർ, ഇന്നത്തെ ദിവസം ഓർമ്മയുണ്ടല്ലോ. ഇന്നാണ് ഞങ്ങളുടെ കമ്പനിയുമായിട്ടുള്ള എഗ്രിമെന്റ് സൈൻ ചെയ്യാമെന്ന് സാർ പറഞ്ഞിരിക്കുന്ന ദിവസം. അതനുസരിച്ച് ഞങ്ങളുടെ ബോസ് ഇവിടെ റെഡിയാണ്. പക്ഷേ അധികം നേരം ബോസ് ഇവിടെ ഉണ്ടാവില്ല. ഉച്ചയ്ക്കുള്ള ഫ്ലൈറ്റിൽ മുംബൈക്ക് പോകും. മുംബൈക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ 1 വീക്ക് കഴിഞ്ഞാൽ സാർ തിരിച്ചു വരത്തുള്ളൂ. അതുകൊണ്ട് സാർ 1 മണിക്കൂറിനുള്ളിൽ എത്തിയാൽ മാത്രമേ ഒപ്പിടാൻ സാധിക്കൂ. സാറൊന്ന് സ്പീഡപ്പ് ആക്കിയാൽ. ആ, അതിനെന്താ, ഞാനിപ്പോൾ തന്നെ വരാം. ഓക്കെ, എല്ലാം ഒരുമിച്ചായി പോയല്ലോ. ആ ഡോക്യുമെന്റ്സ് അഡ്വക്കേറ്റിനെ ഏൽപ്പിക്കുകയും വേണം, കരാറിൽ ഒപ്പിടുകയും വേണം. എന്തു പറ്റി വിശാൽ സർ? അതെ, ഒരു ഇമ്പോർട്ടന്റ് എഗ്രിമെന്റിൽ സൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇപ്പം എന്നെ വിളിച്ചത്. ആ കരാർ നഷ്ടപ്പെടുത്താൻ പറ്റില്ല. പക്ഷേ 1 മണിക്കൂറിനുള്ളിൽ അവിടെ എത്തുകയും വേണം. അതേസമയം തന്നെ ഈ ഡോക്യുമെന്റ്സ് വക്കീലിനെ ഏൽപ്പിക്കുകയും വേണം. അത് 11 മണിക്കുള്ളിൽ എത്തിച്ചില്ലെങ്കിൽ വലിയ പ്രശ്നമാവും. ആ, നീ ഒരു കാര്യം ചെയ്യ, ഈ ഡോക്യുമെന്റ്സും കൊണ്ടുപോയി അഡ്വക്കേറ്റിനെ കൊടുക്കുക. ഞാൻ ഹോട്ടലിൽ പോയി എഗ്രിമെന്റ് സൈൻ ചെയ്ത് കൊടുത്തിട്ട് വരാം. അയ്യോ, ഞാൻ തനി എങ്ങനെയാ? അതിന് പാർവതി ടെൻഷൻ ആവണ്ട. ഇവിടെ വിപിൻ കൂടെ ഉണ്ടല്ലോ. ഞാൻ വിപിനോട് പറയാം. ദാ.
വിപിനെ വണ്ടി ഒന്ന് നിർത്തി. ഒന്ന് നിർത്താനല്ലേ പറഞ്ഞത്? നമുക്ക് ആ സ്ത്രീയും കൂടി കൂട്ടിക്കൊണ്ട് പോവാം. അല്ല, ആ ഡോക്യുമെന്റ്സ് അത്യാവശ്യമായിട്ട് വക്കീലിനെ ഏൽപ്പിക്കണമെന്നല്ലേ ഏട്ടൻ പറഞ്ഞത്? അതിനിടയ്ക്ക് കാർ ഇങ്ങനെ നിർത്തിയ? കാറ് നിർത്തി അവരിതിനകത്ത് കയറ്റാൻ എത്ര സമയം വേണം വിപിനെ? പാവം, അതൊരു ഗർഭിണിയല്ലേ. വെയിലത്തിങ്ങനെ വണ്ടി കാത്തു നിൽക്കുന്ന കാണുമ്പോൾ എനിക്ക് സങ്കടാവുന്നു. നമ്മൾ അവരെ കണ്ടിട്ട് കയറ്റാതെ പോയാ അതൊരു പാപോ. എനിക്കതിന്റെ വിഷമം മനസ്സിൽ നിന്ന് മാറൂല. വിപിൻ വണ്ടി ബാക്കിലോട്ടൊന്നെടുക്ക. ശരി, പാർവതിന് ഇഷ്ടം.